കേരള പോലീസിൽ നിന്ന് റിട്ടയർഡായ SI വിനയ മാഡത്തിൻ്റെ വീട്ടിലുണ്ടാക്കിയ പെൺ കളിക്കളം, അതുപോലെ തന്നെ പെൺകുട്ടികൾക്കായി ഉണ്ടാക്കിയിരിക്കുന്ന ഓപ്പൺ ജിംനേഷ്യം. സത്യത്തിൽ അവർ കളിക്കളം മാത്രമല്ല, അവരുടെ വീട് മൊത്തം നല്ല ഗാർഡനിങ്, നല്ല പച്ചക്കറി തോട്ടങ്ങൾ, അത് 26 സൈക്കിളുകൾ കുട്ടികൾക്ക് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ അവർ സത്യത്തിൽ അവരൊരു പ്രസ്ഥാനമാണ്. നമ്മളതൊന്ന് കണ്ടു നോക്കേണ്ടതാണ്. അതുപോലെ ഇത് അവരുടെ വാക്കുകൾ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയില്ല. വിനയ മാഡത്തിൻ്റെ ഓപ്പൺ ജിമ്മ് സൂപ്പറാണ്. റിട്ടയർഡായ പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ ജിമ്മ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളിക്കളം ഒക്കെ വിനയ മാഡം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് പറയാമോ മാഡം, എന്തൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഇത് സ്വന്തമായിട്ട് വിനയ മാഡം റിട്ടയർഡ് ആയതിനു ശേഷം വളരെ വിപ്ലവകരമായി ചിന്തിക്കുന്ന ഒരു വനിതകൾക്കൊരു മാതൃകയാണ്. അപ്പോൾ മാഡം റിട്ടയർഡ് ആയതിനു ശേഷം സ്വന്തമായിട്ട് തന്നെ കളിക്കളമൊക്കെ മാഡം ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ്? അതായത് കളിക്കളങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും അത് പെൺകുട്ടികൾ കളിക്കളത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. അത് അവരുടെ ആരോഗ്യത്തിന് വളരെ ബാധിക്കുന്നത്. പിന്നെ കമാൻഡിങ് പവർ, അതായത് ബോഡി ലാംഗ്വേജിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കളിക്കാത്തത് കൊണ്ടാണ് ഇവർ ഭയത്തിനടിപ്പെടുന്നത്. ഒരു കമാൻഡിങ് പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ആർക്കും കയറി മേയാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അതിജീവിതമാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ ബേസിക് കാരണം നമ്മൾ LKG തലം മുതൽ അല്ലെങ്കിൽ അംഗനവാടി തലം മുതൽ കുട്ടികൾ കളിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കളിയോട് ആർത്തിയില്ലാത്തതിൻ്റെ കാരണം അവർ കണ്ട് ശീലമല്ല. ഒരു അമ്മ കളിക്കുന്നില്ല, ചേച്ചി കളിക്കുന്നില്ല, അയൽപക്കത്തെ കളി കളിക്കുന്നില്ല, പിന്നെ സിനിമകളിൽ കളി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവളിതില്ല, പ്രതികരണശേഷി കുറഞ്ഞു. പ്രതികരണശേഷി എന്നല്ല, കളിയോടുള്ള സാധനമില്ല. കളി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ബർത്ത് എന്ന് പറയാം. ഇപ്പം നമ്മളൊരു പശുക്കുട്ടിയാണെങ്കിൽ ഓടുന്നതാണ്, പട്ടിക്കുട്ടി ഓടും, അങ്ങനെ അവരുടെ ഒരു കളി. ആ സാധനമാണ് നമ്മൾ പലവിധ കാരണത്തിൽ പെൺകുട്ടിയിൽ നമ്മൾ എടുത്തു മാറ്റുന്നത്. അപ്പോൾ ആൺകുട്ടിക്ക് നമ്മൾ കളിക്കാനും ഇതൊക്കെ കൊടുക്കും, പന്ത് കൊടുക്കും, അങ്ങനെ കൊടുക്കും, പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ കളിക്കാൻ അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുവരണം. അപ്പം നമ്മളങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പന്ത് കൊടുക്കും. ഇത് പെൺകുട്ടികൾക്ക്, ഇത് പെൺകളിക്കളമാണ്. പെൺകളിക്കളം. അപ്പം അതുണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കാലങ്ങളായിട്ട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ കളിപ്പിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ മെയിൻ ഇതെൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരുണ്ടാക്കിയ, ഇത് ഞങ്ങളെ ഏട്ടന്മാരുണ്ടാക്കി, അങ്ങനെ പറയുന്നത് മാത്രമല്ല. ഒരിക്കൽ പോലും ഒരു സ്ഥലത്തും എൻ്റെ അമ്മൂമ്മമാർ കളിച്ച സ്ഥലം എന്ന് പറയുന്നേ ഇല്ല. അങ്ങനെ ഒരു സ്ഥലം ഇല്ല. അപ്പോൾ ഈ സ്ഥലം ഇതിലൂടെ പോകുന്ന കുട്ടികളെ കണ്ട് ഇതെൻ്റെ അമ്മൂമ്മമാർ കളിച്ച സ്ഥലമാണെന്ന് ഭാവിയിൽ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. മാഡം ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി? 3-ാമത്തെ വർഷം. അപ്പോഴെ തൊട്ടിട്ട് പെൺകുട്ടികളുടെ ഉന്നമനം. പിന്നെ തൃശ്ശൂരൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ മാച്ചുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ മാച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ കളിക്കളത്തിൽ ഇറങ്ങും. പിന്നെ കാരണം കളി എന്ന് പറയുന്നത് വെറും കളിയല്ല, അത് ജീവിത കളിക്കളങ്ങളാണ് കളിക്കളങ്ങൾ എന്ന് പറഞ്ഞാൽ. അവിടെ നിന്നാണ് നമ്മളെ ബോഡി ലാംഗ്വേജ് ഒക്കെ രൂപപ്പെടുന്നതിന് അതിനുള്ള പങ്ക് അത്രയും വലുത്. ഈ കമാൻഡിങ് പോലുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ കിട്ടുന്നതിൽ കളിക്കളങ്ങൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. അതിൽ നമ്മൾ ചില സംഭവങ്ങളും കൂടി ആഡ് ചെയ്താൽ മതി. പക്ഷെ പലപ്പോഴും പെണ്ണിന് ഒരു പെണ്ണത്വം ഉണ്ടായിരിക്കണമെന്ന് ചിന്തിക്കുന്ന കാലം. പെണ്ണത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ആൺമാനും പെൺമാനും കൂടുന്നുണ്ട്, അവർ കൂടി രക്ഷപ്പെടുക. അല്ല, അങ്ങനെ ഒരു കാലഘട്ടം ഇപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുന്നത്? ഒട്ടും സയന്റിഫിക് അല്ലാത്ത തിങ്കിങ് കൊണ്ട് ഉണ്ടാകുന്ന സാധനം. ആൺമാൻ പിന്നെ ഓടില്ല, പെൺമാൻ ഓടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആൺപൂച്ച ഓടില്ല, പെൺപൂച്ച ഓടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ ജീവജാലങ്ങളും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓടിക്കും. പിന്നെ അതായത് ബൈ ബർത്ത് തന്നെ ഉണ്ടത്. അതായത് നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി. ആർട്സും സ്പോർട്സും തമ്മിലുള്ള വലിയ വ്യത്യാസം
ആർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സ്പോർട്സ് നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീവൻ ഉണ്ടെങ്കിലല്ലേ ജീവിതം ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഇവർ നമ്മൾ മറന്നേ പോവുകയാണ്. അത് അവളുടെ ഡ്രസ്സിങ് എല്ലാം തന്നെ, ഡ്രസ്സിങ്, ഹെയർ, പെണ്ണിങ്ങനെ ആയിരിക്കണമെന്ന് ഇങ്ങനെ ആയിരിക്കണം, മോൾഡ് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവളാക്കി അവള് പിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് അവളെ ഒന്നിനും കൊള്ളാതാക്കി അവളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിപ്പിക്കുന്നത്. എന്നിട്ട് പറയാം ഒന്നിനും കൊള്ളില്ല, നീ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നീ അങ്ങനെ ഡ്രസ്സ് ചെയ്യണം ഇങ്ങനെ. അപ്പൊ ഞാനെന്തായാലും വിചാരിച്ച എന്റെ സ്ഥലമാണ്, എനിക്ക് എന്റെ സ്വന്തമായിട്ട് കിട്ടിയ സ്ഥലം. അപ്പൊ ആ സ്ഥലത്ത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാണ്. അപ്പൊ ഒരു 3 വർഷത്തിൽ കൂടുതൽ ഞാൻ ഇത് നടത്തി. 2021 പെൻഷൻ കിട്ടി. പെൻഷൻ പറ്റി 24-ലാകുമ്പോഴേക്കും ഞാൻ ഈ കളിക്കളത്തിന് ഇനാഗുറേഷൻ നടത്തിയും കുട്ടികളെ പിന്നെ പരിശീലിപ്പിച്ച് 6 കുട്ടികളെ എൻ്റെത് സ്റ്റേറ്റിൽ പോയി ഫുട്ബോൾ കളിച്ച്. പിന്നെ എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഞാൻ ഓരോരുത്തരും 100, 500, 1000 എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടാണ് ഞാൻ നടത്തിയത്. അപ്പം ഇനി എനിക്കിതിന് പറ്റുന്നില്ല. കാരണം ഇത് പിന്നെ അപ്പോൾ ഇവിടെ ഒരു പെർമനൻ്റ് ആയിട്ടൊരു കളിക്കളം കൊടുക്കുമ്പം ഇവിടെ വന്ന് കുട്ടികളെ കളിക്കട്ടെ, അതിന് വേണ്ട ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ. ദൈവം അതന്നെ തീർച്ചയായിട്ടും. അത് സോഫി ടീച്ചർക്ക് എന്തോ ഒരു പുതിയ ഐഡിയ ഉണ്ടല്ലോ, എന്താ പറയുന്നത്? നമ്മളിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശമാണ്, നമ്മൾ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 35 വയസ്സ് കഴിഞ്ഞ ഒരു സംഘടനയാണ്. ഞങ്ങളെല്ലാം ഇതിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു സംഘടന മാത്രമായിരുന്നു. അപ്പോൾ ആ സംഘടനയിൽ മത്സരം കഴിഞ്ഞാൽ നമുക്ക് നാഷണലൊക്കെ നടത്തുമ്പോൾ നമുക്ക് ട്രെയിനിങ് കിട്ടാറുണ്ട്. അതേപോലെ ഇത് ടീം വേണമെങ്കിൽ അവർ കൂട്ടുപോകും. പെണ്ണുങ്ങൾ സംഘം ചേരരുതെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് 2 തല ചേരുന്നാലും മൂല ചേരുന്നതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ. അവർ സംഘം ചേരരുത്. അപ്പോൾ നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ സംഘം ചേരാത്ത. അപ്പോൾ ഈ സാധനം ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ആണാധികാരത്തിൻ്റെ അല്ലെങ്കിൽ മെയിൽ ഡോമിനേഷൻ്റെ അവരുടെ ആ വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗെയിമിലേക്കാണ് കൂടുതൽ ഇതാക്കുന്നത്. കാരണം ടീമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നൊരു ശക്തിയുണ്ട്.